ഇപ്പം സമയം 4:54. വേഗം വിട്ടോ, നമുക്ക് 5 മണിക്കത്തെ ബസ് പിടിക്കാനുള്ളതാണ്. ബൈ ദ വേ സമയം കണ്ടപ്പോൾ മനസ്സിലല്ലോ ഇത് വെളുപ്പാങ്കാലം 4 മണിയാണ്. അങ്ങനെ മിസ്സാവാതെ രാവിലത്തെ 5 മണിക്കത്തെ KSRTC ഫാസ്റ്റിൽ ഞാൻ കയറി. ബൈ ദ വേ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഈ പടം മൊത്തം ഉണ്ട്. നമ്മൾ ടാറ്റ പോവാണ്. എങ്ങോട്ടാണെന്ന് ഞാൻ പറയാം. രാവിലെ മഞ്ഞ് കാരണം ഒരുത്തൻ്റെ തൊപ്പി ഞാൻ കടം മേടിച്ച് വെച്ചു. അതിൻ്റെ ദേഷ്യമാണ് അവൻ്റെ മുഖത്ത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരും പറഞ്ഞ അവൻ എനിക്ക് ചെവിതല കേൾപ്പിച്ചിട്ടില്ല ആ ഒരു ബസ്സിനകത്ത്. പിന്നെ കുറേ നേരം പുറത്തോട്ട് നോക്കി കാഴ്ചകളും കണ്ട് സ്ഥായിഭാവവുമായ പുച്ഛവുമിട്ട് അവിടെ ഇരുന്നു. ഈ ബസ് എന്താ എടുക്കാത്തത് എന്ന് ചിന്തിക്കുമായിരുന്നു ഞാൻ. ചുമ്മാ സൈഡിലോട്ട് നോക്കിയപ്പോഴേക്കും എൻ്റെ കൂടെ വന്നവരെല്ലാം ഫ്ലാറ്റ്, അവനടക്കം. പിന്നെ അവരെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. കാരണം എനിക്ക് ബസ്സിൽ കയറി അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല കേസ്, ഞാൻ ബസ്സിലിരുന്ന് ഉറങ്ങാറില്ല. പിന്നെയാണ് മനസ്സിലായത് ബസ് നിർത്തിയിട്ടെടുത്ത് അവിടെ ഒരു റെയിൽവേ ഗേറ്റ് ആയിരുന്നു. ട്രെയിൻ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറേ നേരം ട്രെയിനും കണ്ടു. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചെടുത്തോട്ടോ. അങ്ങനെ ആ റെയിൽവേ ഗേറ്റ് തുറന്നു. ഈ ബസ്സിൻ്റെ പേരാണ് ഫാസ്റ്റ്, പക്ഷേ ഇത് ഭയങ്കര സ്ലോയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കുറേ നേരം വെളിയിലോട്ട് നോക്കി കുറേ കാഴ്ചകളും കണ്ടുവരുന്നു. അല്ലാതെ വേറെ ബസ്സിനകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുന്നവരെ ഞാൻ പുറത്തോട്ട് നോക്കിയിരുന്നു. അവരെല്ലാവരും കിടന്നുറങ്ങി. പിന്നെയാണ് ബസ് സ്ലോയിൽ പോകുന്ന റീസൺ എനിക്ക് മനസ്സിലായത്. റോഡ് മൊത്തം റോഡ് പണിയായിരുന്നു. ഇതുവരെ കാണാത്ത കുറേ എക്യുപ്മെൻറ്റ്സ് ഞാനവിടെ കണ്ടായിരുന്നു. ഇത് മുമ്പേ അങ്ങോട്ട് കിടന്നല്ലേ, ഇതിപ്പോൾ ഇങ്ങോട്ടായല്ലോ. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. പിന്നെ റോഡിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു ചെറുക്കനെയും കണ്ടു. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ബാക്കി വിശേഷം അടുത്ത വീഡിയോ.